കുടുംബബന്ധം നല്ലതിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും തുല്യരായിട്ട് നോക്കണം എന്നൊക്കെ പല മോട്ടിവേഷൻസ് പറയുന്നുണ്ടെങ്കിലും കുടുംബം കളിക്കുന്ന ഒരു മോട്ടിവേഷൻ അല്ലേ? എങ്ങനെ രണ്ടുപേർക്കും തുല്യരാകാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ഞാൻ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ജന്മല്ല അടുത്ത ജന്മം വേണമെങ്കിൽ നോക്കേണ്ടി വരും. കാരണം ഈ ജന്മം കൊണ്ട് നടക്കില്ല. കാരണം ആളും നോളജ് വേറെയാണ്, എന്റെ നോളജ് വേറെയാണ്. അപ്പൊ ഞങ്ങൾക്കിടയിലുള്ള എന്ത് കുറവുകൾക്കും അയാളെ കുറവ് ഞാൻ നികത്തുകയും എന്റെ കുറവുകൾ ആൾ നികത്തുമ്പോഴാണ് ആ ഒരു ലൈഫ് നല്ല മനോഹരമായിട്ട് പോവുക. ഈ ലൈഫിൽ നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും പങ്കാളിയായിട്ട് കിട്ടുന്നുണ്ട്. ഒരാൾ നെഗറ്റീവ് ആയിരിക്കും, ഒരാൾ പോസിറ്റീവ് ആയിരിക്കും, ചിലർ ന്യൂട്രലായിരിക്കും. അങ്ങനെയൊക്കെയല്ലേ പൊതുവെ കിട്ടാറുള്ളത്. ഇനിയിപ്പോ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരാളുടെ കുറവുകൾ മറ്റൊരാൾ നികത്തുമ്പോഴാണ് ആ ഒരു ബന്ധത്തിന് മനോഹരം വരിക. അങ്ങനെയാണല്ലോ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ഒരു മക്കളെ കാര്യം എന്തെങ്കിലും വരുമ്പം നിങ്ങൾക്കും കൂടി ശ്രദ്ധിച്ചൂടെ, അല്ലെങ്കിൽ നിനക്കും കൂടി ശ്രദ്ധിച്ചൂടെ എന്നുള്ള ആ ഒരു തിരിച്ചു ഡയലോഗ് ഉണ്ടല്ലോ. ആർക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുക അവര് ശ്രദ്ധിക്കുക. അവർക്കാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുക അവർ റവന്യൂവിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. ഇനി രണ്ടുപേരും റവന്യൂ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ചെയ്യാം. ശരിക്കും രണ്ടുപേരും തുല്യരാവുക എന്നുള്ളതിനൊക്കെ വാശി പിടിക്കുന്നതിനെക്കാട്ടും നല്ലത് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടി അവർ ചെയ്യാം. ആരുടെ പോരായ്മകളാണുള്ളത് അത് നികത്തുക. പരാതി പറയുന്നതിന് പകരം അതൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഈ ആണുങ്ങൾ എപ്പോഴും പറയുന്ന പരാതി എപ്പോഴും തന്നെ ഓർമ്മപ്പെടുത്തി തരണം എന്നുള്ളത്. പക്ഷേ ഓർമ്മപ്പെടുത്തേണ്ട വേണ്ടി വരും. കാരണം അവർ മറന്നു പോവാണ്. ഇവർക്കൊക്കെ ഏറ്റവും ബെറ്റർ എന്താ പറയുക, വീട്ടിലൊരു ചാർട്ട് പേപ്പർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ എഴുതി കൊടുക്കുക നല്ലത്. കാരണം ഇന്ന കാര്യങ്ങൾ നീ ചെയ്തിട്ടില്ലെന്നല്ലോ എന്നുള്ളത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ടിക്കറ്റ് കൊടുത്താൽ മതി. അതാകുമ്പോൾ ഓർമ്മപ്പെടുത്തുക എന്നുള്ള സാധനം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ് ആയി ചെയ്യേണ്ട ഡ്യൂട്ടികൾ അവർക്ക് പെർഫെക്റ്റ് ആയി ചെയ്യാനും പറ്റും. അയാൾക്കെതിരെ നമ്മൾ പറയുന്ന ഓരോ നെഗറ്റീവ്സും അയാളുടെ പോരായ്മയാണെന്ന് മനസ്സിലാക്കി ലൈഫ് ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാലേ പരാതികളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സ്നേഹിക്കാനും പറ്റും. ഒന്ന് ട്രൈ